JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡ്രൈവർ പരീക്ഷ ഇന്ന് നടന്നു. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. പരീക്ഷയെ സംബന്ധിച്ച് വിശദമായിട്ട് ചർച്ചകളൊക്കെ നടത്തി. ക്വസ്റ്റ്യൻ ഭാഗം എങ്ങനെയാണ് വന്നത് എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പല കുട്ടികളും പരീക്ഷയെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് പൊതുവെ ഓരോ വിഭാഗത്തിലും ഉണ്ടായ ചോദ്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങളിൽ നിന്ന് 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സും കൂടാതെ കണക്കിൻ്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും കറണ്ട് അഫയേഴ്സ് 10 മാർക്കും ബാക്കി മാർക്ക് GKയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ഭാഗത്തു നിന്നും ചോദ്യങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഒരു 80% മാർക്ക് കരസ്ഥമാക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ധാരാളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷയെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായത്. അതിനെ സംബന്ധിച്ച് ധാരാളം ക്ലാസ്സുകളൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങളൊക്കെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും അവരുടെ അഭിപ്രായം അനുസരിച്ച് പൊതുവെ ചോദ്യം പ്രതീക്ഷിച്ചതിൽ അത്രയധികം കടുപ്പമുള്ളതായിരുന്നില്ല എന്ന അഭിപ്രായത്തിലാണ് ഓരോരുത്തരും എത്തിയിട്ടുള്ളത്. എന്നാൽ പരീക്ഷ നല്ല എളുപ്പവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ വരും എന്നതിനെക്കുറിച്ച് ഓരോ ഉദ്യോഗാർത്ഥിയും ആശങ്കയിലാണ്. GKയെ സംബന്ധിച്ച് പൊതുവെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു എങ്കിൽ പോലും പ്രതീക്ഷയ്ക്ക് വകയുള്ള രീതിയിൽ ചോദ്യങ്ങൾ അത്രയും കടുപ്പത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുവെങ്കിലും അത്രയും കടുകട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായം ഓരോ ഉദ്യോഗാർത്ഥിയും പങ്കുവയ്ക്കുകയുണ്ടായി. കണക്ക് പല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ കണക്കിനെ സംബന്ധിച്ച് പലരും അറ്റൻഡ് ചെയ്യാതെ പോയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കണക്ക് പൊതുവെ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ അറിയാവുന്ന മാത്രം എഴുതി ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വിട്ടുകളഞ്ഞ കുട്ടികൾ ധാരാളമുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സും ഡ്രൈവിംഗ് ലൈസൻസും അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് പോയ ചോദ്യങ്ങളൊക്കെ വന്നു എന്നും ഞാൻ ക്ലാസ് എടുത്ത ചോദ്യങ്ങളും അതുപോലെ തന്നെ റാങ്ക് ഫയൽ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നു എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന അനുസരിച്ച് പൊതുവെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലവാരം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ മുൻ വർഷങ്ങളിൽ വന്ന കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 65-ന് മുകളിലായിരുന്നു മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അത്രയും കട്ട് ഓഫ് മാർക്ക് വരില്ല എങ്കിലും ഒരു 58-നും 63-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത എന്നുള്ളതാണ് പൊതുവെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും പറഞ്ഞ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു വിലയിരുത്തലിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും മാർക്ക് പറയുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള, അതായത് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ടെന്ന് പലരും പറയുന്ന മാർക്കുകളൊക്കെ തന്നെ ഒഴിവാക്കിയാണ് അവർ മാർക്ക് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്ന കൃത്യമായിട്ടുള്ള മാർക്കുകളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ അവർക്കുണ്ട്. അതനുസരിച്ച് ഉള്ള മാർക്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനൊരു കട്ട് ഓഫ് മാർക്കിലേക്ക് എത്തിച്ചേരാൻ കാരണവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച മാർക്കുകൾ എത്രയാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്കിനെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നമുക്ക് നടത്താൻ സാധിക്കും. ഇപ്പോൾ വളരെ എന്നെ വിളിച്ച കുട്ടികളിൽ നിന്നുള്ള വിലയിരുത്തലാണ്, അതനുസരിച്ചാണ് കട്ട് ഓഫ് മാർക്ക് പറഞ്ഞത്. കൂടാതെ ചോദ്യപേപ്പർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങളുടെ കടുപ്പത്തിൻ്റെ കാഠിന്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ വളരെയധികം കടുപ്പമേറിയ ചോദ്യങ്ങളല്ലായിരുന്നു എങ്കിലും തീർത്ത് എളുപ്പമുള്ളതല്ലായിരുന്നു എങ്കിലും തന്നെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ചോദ്യമായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഈ രീതിയിൽ വരാൻ സാധ്യത എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം പറയുകയും ചോദ്യപേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത എന്ന് നമ്മളൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്.
ഓരോ ഉദ്യോഗാർത്ഥിയും എത്ര മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നതെന്നുള്ള ആശങ്കയിൽ നിരന്തരമായിട്ട് ഫോണുകളിൽ കൂടി വിളിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ക്ലാസ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.